ലിവർപൂളിൽ തുടരുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വങ്ങൾ തുടരുന്ന കാലത്ത് കഴിഞ്ഞ നവംബറിൽ മുഹമ്മദ് സല പറഞ്ഞുവെച്ചത് ഇങ്ങനെയായിരുന്നു: മോർ ഔട്ട് ദാൻ ഇൻ. ആൻഫീൽഡിൽ തന്റെ കളിക്കാലങ്ങൾ അവസാനിക്കാൻ ഒരുങ്ങുന്നു എന്ന വലിയ സൂചനയാണ് അയാൾ അന്ന് ലിവർപൂൾ ആരാധകർക്ക് നൽകിയത്. ക്ലബിൽ തുടരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടും മാനേജ്മെന്റ് പാലിക്കുന്ന മൗനത്തിൽ സല അസ്വസ്ഥനായിരുന്നു. അതയാൾ പലവരും പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. വർഷം അവസാനിക്കാൻ ഒരുങ്ങുകയാണ്, ക്ലബിൽ നിന്ന് ഇതുവരെ ഒരു ഓഫറും എന്നെ തേടി എത്തിയിട്ടുമില്ല, അതുകൊണ്ട് ആൻഫീൽഡിൽ ഒരുപക്ഷെ ഇതെന്റെ അവസാന സീസണാവും. ഇങ്ങനെപ്പോലും ഒരിക്കൽ സല പറഞ്ഞു വെച്ചതാണ്. ലിവർപൂളിൽ 4 കോടി രൂപയാണ് സലാഹിന്റെ പ്രതിവാര വരുമാനം. പെർഫോമൻസ് റിലേറ്റഡ് ബോണസ് അടക്കം 6 കോടിയോളം വരുമത്. സീനിയറായ ഒരു താരത്തെ നിലവിൽ നൽകുന്ന പ്രതിഫല തുകയിൽ ഏറെക്കാലം നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന ആലോചനയാണ് ലിവർപൂളിന്റെ തീരുമാനം വൈകിപ്പിച്ചത്. മുഹമ്മദ് സല, വിർജിൻ വാൻ ഡെക്, ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ് നിരവധി സീസണുകളിൽ ക്ലബിന്റെ നെടുംതൂണുകളായ ഈ മൂവർ സംഘത്തെ വിട്ടുകളയരുതെന്ന് ആരാധകർ ആൻഫീൽഡ് ഗാലറിയിലിരുന്ന് ഒരിക്കൽ പാടി. അതിനിടെ ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ് മാഡ്രിഡിലേക്ക് വിമാനം കയറാൻ തീരുമാനിക്കുകയും ചെയ്തു. ആരാധകരെ ഇത് അധികം ചൊടിപ്പിച്ചു. ട്രെന്റ് ദ ട്രൈറ്റർ എന്ന് സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ ഒഴുകിപ്പരന്നു. അതിനിടെയാണ് ആരാധകരെ തേടി ആ സന്തോഷ വാർത്ത എത്തുന്നത്: സലാഹും വാൻഡെക്കും എങ്ങും പോവില്ല, 2 വർഷം കൂടി ആൻഫീൽഡിന്റെ തിരുമുറ്റത്തുണ്ടാവും. കഴിഞ്ഞയാഴ്ചയാണ് ലിവർപൂൾ ഇരുവരുടെയും കരാർ പുതുക്കാൻ തീരുമാനിച്ചത്. സൗദിയിൽ നിന്നടക്കം വമ്പൻ ഓഫറുകൾ ഉണ്ടായിരിക്കെ അതിനൊന്നും യെസ് മൂളാതിരുന്ന സല ലിവർപൂൾ മാനേജ്മെന്റ് തീരുമാനത്തിനായി ഇക്കാലം അത്രയും കാത്തിരിക്കുകയായിരുന്നു. ജൂണിൽ സലാഹിന് 33 വയസ്സ് തികയും. 35 വയസ്സുവരെ മുഹമ്മദ് സല ചെങ്കുപ്പായമണിഞ്ഞ് ഇംഗ്ലീഷ് മണ്ണിലുണ്ടാവുമെന്ന് സാരം. ഒരു പതിറ്റാണ്ട് കാലം ആൻഫീൽഡിൽ പൂർത്തിയാക്കിയാൽ അത് ഇതിഹാസ തുല്യമായൊരു നേട്ടമാണ് മുഹമ്മദ് സലക്ക്. ലിവർപൂളിനൊപ്പം ലോകം ജയിച്ചവനാണ് മുഹമ്മദ് സല. യുവേഫ ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ്, FA കപ്പ്, 2 EFL ട്രോഫികൾ, യുവേഫ സൂപ്പർ കപ്പ്, ക്ലബ്ബ് വേൾഡ് കപ്പ്, അങ്ങനെ നിരവധി ട്രോഫികൾ. ഈ കിരീടങ്ങളിലേക്കുള്ള ലിവർപൂളിന്റെ ജൈത്രയാത്രകളിലൊക്കെ ടീമിൽ അയാൾ തന്റെ റോൾ ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട്. ക്ലബിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 3ാമതായി സലയുടെ പേരുമുണ്ട്. ഇയാൻ റോഷിനും റോജർ ഹണ്ടിനും ശേഷം ആൻഫീൽഡ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഗോൾ മെഷീൻ മുഹമ്മദ് സലയാണ്. 8 സീസൺ അയാൾ ആൻഫീൽഡ് ഗാലറികളുടെ ആരവങ്ങൾ തന്റെ സഞ്ചാരഗതിക്കൊപ്പം നിയന്ത്രിച്ചു പോന്നു. മോ സല റണ്ണിംഗ് ഡൗൺ ദ വിങ് ദ ഈജിപ്ഷ്യൻ കിങ്. ഗാലറി ഉച്ചത്തിലുറക്കെ ഒരുപാട് തവണ പാടിക്കഴിഞ്ഞ പാട്ട്. 394 മത്സരങ്ങൾ, 243 ഗോളുകൾ, 109 അസിസ്റ്റുകൾ, ഓരോ 91 മിനിറ്റിലും ഗോൾ ഇൻവോൾവ്മെന്റ്. സ്വപ്ന തുല്യമാണ് ഈ നേട്ടങ്ങൾ. 2017 മുഹമ്മദ് സലാഹിനെ ആൻഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മുഖം ചുളിച്ചവർ നിരവധിയായിരുന്നു. കാരണം ഇംഗ്ലീഷ് മണ്ണിൽ അയാളുടെ ഭൂതകാലങ്ങൾ അത്ര ഓർക്കാൻ കൊള്ളാവുന്നവയൊന്നുമായിരുന്നില്ല. ചെൽസിയുടെ നീലക്കുപ്പായത്തിൽ 27 മത്സരങ്ങളിൽ 4 ഗോൾ മാത്രമായിരുന്നു 2014 മുഹമ്മദ് സലയുടെ സമ്പാദ്യം. പിന്നെ ഇറ്റലിക്കായുള്ള ചുവടുമാറ്റം, അത് അയാളുടെ തലവര മാറ്റം കൂടിയായിരുന്നു. റോമയിൽ നിറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കെ ലിവർപൂൾ സലാഹിനെ ഇംഗ്ലീഷ് മണ്ണിലേക്ക് തിരികെ വിളിച്ചു. ആൻഫീൽഡിൽ കാലുകുത്തിയ ആദ്യ സീസണിൽ തന്നെ 52 മത്സരങ്ങളിൽ നിന്ന് 44 ഗോളുകൾ. പിന്നെ ഒരിക്കൽ പോലും അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല. പ്രീമിയർ ലീഗിൽ ഇതിനോടകം 182 തവണ സല വലകുലുക്കി. ലീഗിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ 5ാമനായി. പ്രീമിയർ ലീഗിൽ 3 ഗോൾഡൻ ബൂട്ടുകളാണ് സലയുടെ പേരിലുള്ളത്. ഇക്കുറി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് 4ആയി ഉയരുകയും ചെയ്യും. ഈ സീസണിൽ 27 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ബഹുദൂരം മുന്നിലാണ് മുഹമ്മദ് സല. ലിവർപൂൾ ജേഴ്സിയിൽ പരിക്ക് കാലങ്ങളോട് സലാഹിന് അധികം പടവെട്ടേണ്ടി വന്നിട്ടില്ല എന്നതാണ് അയാളുടെ കരിയറിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന്. ലിവർപൂളിനൊപ്പം കഴിഞ്ഞ 8 വർഷക്കാലത്ത് ഓരോ സീസണിലും 44 മത്സരങ്ങളോ അതിലധികമോ സല കളിച്ചിട്ടുമുണ്ട്. ആദ്യ 7 സീസണുകളിൽ 5ലും 50ലേറെ അപ്പിയറൻസ്. ഏറ്റവും കുറവ് ഗോളുകൾ സ്കോർ ചെയ്തത് 2019-20 സീസണിൽ. അക്കാലത്തും 23 തവണ അയാൾ വലകുലുക്കിയിട്ടുണ്ട്. 5 സീസണുകളിൽ 30ഓ അതിലധികമോ ഗോളുകൾ നേടിയിട്ടുമുണ്ട്. മുന്നേറ്റങ്ങളിൽ മുഹമ്മദ് സല ഒരു ഡുവൽ ത്രട്ടാണെന്ന് ഇംഗ്ലീഷ് മണ്ണിലെ പരിശീലകരിൽ പലരും സമ്മതിക്കുന്ന കാര്യമാണ്. ഫിനിഷറായ സലാഹിനെ ഭയക്കുന്നത് പോലെ തന്നെ സലാഹ് എന്ന ജീനിയസ് ക്രിയേറ്ററെയും എതിരാളികൾ ഒരുപോലെ ഭയന്നു. ഈ സീസൺ മാത്രം എടുത്തു നോക്കുമ്പോൾ മുഹമ്മദ് സല ആരെന്ന് നമുക്ക് വ്യക്തമാവും. ലീഗിലെ 17 അസിസ്റ്റുകളായി ഗോളിന് വഴിയൊരുക്കിയവരുടെ പട്ടികയിലും മുഹമ്മദ് സല 1ാമനാണ്. 2ാം സ്ഥാനത്തുള്ള ഫുൾഹാമിന്റെ ആന്റണി റോബിൻസന്റെ പേരിൽ 10 അസിസ്റ്റുകൾ മാത്രമാണ് എന്നോർക്കണം. ഒരു 32 വയസ്സുകാരനെ 2 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകി ലിവർപൂൾ കൂടെ കൂട്ടാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഇനി എങ്ങോട്ടും പോവേണ്ടതില്ല.